തെറ്റാണല്ലോ. എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. എനിക്ക് വേണ്ടി മോൻ വഴക്കിനൊന്നും പോകണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ ആശ്വസിച്ചോളാം. ഞാൻ കാരണം ചെമ്പകശ്ശേരിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഇടയാകരുത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് എന്തർത്ഥമാണുള്ളത്? ചേട്ടത്തി, പിന്നെ ആകെ എനിക്കൊരു സങ്കടം പൂജമോളുടെ കാര്യം ഓർക്കുമ്പോഴാണ്. ചേട്ടത്തിക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങൾ ചേട്ടത്തിയെ ഉപേക്ഷിക്കില്ല. അത് പിന്നെ എനിക്കറിയാലോ. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി വാദിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഈ വീടിന്റെ നന്മ മാത്രം ഏടത്തിയുടെ സ്വപ്നം. ആ മോളെ, പാല് കുടിക്കാൻ മറക്കണ്ട കേട്ടോ. ഇതെങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. താ വന്നേ. ആദ്യം വേണ്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. തനിക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചോളാം. വേണ്ട, ഞാനും വരാം. വാ. മുത്തശ്ശി, എന്താ മക്കളെ? ക്ലാരമ്മേട്ടത്തി ഇവിടുന്ന് പറഞ്ഞു വിടാൻ മുത്തശ്ശി തീരുമാനിച്ചോ? ഇല്ലല്ലോ. എന്താ? അങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ കേട്ടല്ലോ. എങ്കിലേ നിങ്ങൾ ഇവിടെ കേട്ട വാർത്ത തെറ്റാ. ഒരു കാര്യമില്ലാതെ അവരെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ എനിക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? അല്ല മുത്തശ്ശി, ആ സിദ്ധൻ വരുമ്പോ നമ്മൾ സ്വീകരിക്കും. അതിന് ക്ലാരമ്മ പറഞ്ഞുവിടേണ്ട ആവശ്യം എന്താ? അതല്ല, അങ്ങനെ ചിലത് ആമി ചേച്ചിയും ഗോമതി ചേച്ചിയുടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനൊക്കെ അവരുടെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ആ സ്ത്രീ ഇവിടെ ഉള്ളത് എനിക്ക് എന്ത് ആശ്വാസം എന്നറിയോ? മോളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ ആമയും ഗോമതിയും കൂടെ ചേർന്ന് മോൾക്കെതിരെ നടത്തുന്ന കോപ്രായങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊരു ശമനം വന്നത് ഈ ക്ലാരമ്മ വന്നതിന് ശേഷമാ. ഒരു കാരണവുമില്ലാതെ അവരെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ കൂട്ടു നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതല്ല, എന്നാലും കേട്ടപ്പോ ഒരു പേടി. എന്നാ ആ പേടിയൊന്നും വേണ്ട. ഇവിടുന്ന് ആരെ പറഞ്ഞു വിട്ടാരും ക്ലാരമ്മയെ പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല. പോരെ? എന്താ രണ്ടാളും കൂടി എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലുള്ള വരവാണല്ലോ. അത് ഞങ്ങൾക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം പറയാനുണ്ട്. ആ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ക്ലാരമ്മ ഇവിടുന്ന് പറഞ്ഞുവിടുന്ന കാര്യമല്ലേ? ഞെട്ടുമൊന്നും വേണ്ട. ഇവിടെ നടക്കുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഓ, ഞങ്ങൾ പറയുന്നതിന് മുൻപ് വിവരം ധരിപ്പിക്കാനായിരിക്കും ഇവര് വന്നത് അല്ലേ? ആണെങ്കിൽ എന്താ, നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള അതേ സ്വാതന്ത്ര്യം ഇവർക്കും ഇല്ലേ? നീ ആയിരിക്കും ഇതിന്റെയൊക്കെ പിന്നില്ല അല്ലേ? അയ്യോ അമ്മ, എനിക്കൊന്നും അറിയില്ല. ആമിമോള് പറഞ്ഞപ്പോ നീ അങ്ങ് കൂട്ടുവന്നു അല്ലേ? നീയല്ല, ഇനി ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞാലും ഈ കാര്യത്തിൽ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. ക്ലാരമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് വരെ അവർ ഈ ചെമ്പകശ്ശേരിയിലെ അടുക്കളയിൽ ഉണ്ടാവും. അതല്ലല്ലോ മുത്തശ്ശി ഇവിടുത്തെ പ്രശ്നം. പിന്നെന്താ? എല്ലാം ഇത്രയും ദിവ്യനായ ഒരു സ്വാമി ഇങ്ങോട്ട് വരുമ്പോ വന്നാലെന്താ? ഞാനല്ലേ സ്വാമി ഇങ്ങോട്ട് ക്ഷണിച്ചേ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ? ഒരുപാട് തവണ കൈലാസം കയറിയ മഹാത്മാവാ അദ്ദേഹം. നിങ്ങളെപ്പോലെ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമയല്ല. അദ്ദേഹം അങ്ങനെ ആവില്ല. പക്ഷെ മുത്തശ്ശി, അദ്ദേഹത്തെ പോലെ ഒരാളുടെ ശുദ്ധിയും വൃത്തിയും നോക്കേണ്ടത് നമ്മുടെ ആവശ്യമില്ലേ? ക്ലാരമ്മയ്ക്ക് എന്താടി ശുദ്ധിക്കുറവ്? അവരുടെ മതമാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ അത്തരം വൃത്തികേടിനൊന്നും കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല. എടി, നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഈ നൂറ്റാണ്ടിൽ തന്നെ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും മുത്തശ്ശിയെ പോലെ പരിഷ്കാരികളല്ല. ഈ പരിഷ്കാരം കാണിച്ചിട്ട് നമ്മൾ എന്ത് നേടി? നമ്മളെ നേടി. ആമി, അവിടെ നിൽക്ക്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് മനോമന്ത്രം പാടി ഉണരുന്നവരാണ് നമ്മൾ. എന്താ അതിന്റെ അർത്ഥം? ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും സുഖമുണ്ടാവട്ടെ എന്ന്.
വെറുതെ അമ്പലത്തിൽ പോയി കൈകൂപ്പി നിന്നിട്ടോ നിത്യവും വീട്ടിൽ വിളക്ക് വെച്ചിട്ടോ ഒരു കാര്യവുമില്ല. ആദ്യം വിളക്ക് വയ്ക്കേണ്ടതേ സ്വന്തം മനസ്സിലാ. ക്ലാരമ്മേ, ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരാൻ. ക്ലാരമ്മ ഇവിടെ നിന്നാൽ എന്ത് പറ്റുമെന്നടി നീ പറഞ്ഞ? ക്ലാരമ്മ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് ഞങ്ങൾക്കും ഓ, അഭിപ്രായം. നിന്നു പിലങ്ങ് മറുകണ്ണ് ചാടിയോ നീ? അടുത്ത തെരഞ്ഞെടുപ്പില് നിന്നെ അവരുടെ പാർട്ടിയിൽ മത്സരിപ്പിക്കാൻ പറ്റുമോന്ന് ഞാൻ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പിള്ളയോടൊന്ന് ചോദിക്കട്ടെ. കാശ് കൊടുത്താൽ അയാൾ എന്തും ചെയ്യും. ചെമ്പകശ്ശേരിയിലെ ആത്മജ രാഷ്ട്രീയത്തിലെ വൻ വിജയമായിരിക്കും. അത് സത്യം കേട്ടോ. അത് സത്യമായാലും കള്ളമായാലും ശരി, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ നിങ്ങൾ ആരും ഒരു അഭിപ്രായം പറയണ്ട. നീ പറയേ, എന്താ കാര്യം? ക്ലാരമ്മയെ തൽക്കാലം ഇവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ മതിയാവും. ആ ദിവ്യം പോയിട്ട് നമുക്ക് തിരിച്ചു വിളിക്കാലോ. അത് നല്ലൊരു ഐഡിയ. ആ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ അതിവിടെ വേണ്ട. മുത്തശ്ശി എന്തിനാ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നേ? ഞാൻ ഈ വീടിന്റെ നന്മയെ കരുതി ഇതൊക്കെ പറയുന്ന. ഇടി, മര്യാദയ്ക്ക് സ്നേഹത്തോടെ ഇവിടെ നിൽക്കുന്ന ഒരാളെ പറഞ്ഞു വിട്ടിട്ട് വേണോ ഈ വീടിന് നന്മ ഉണ്ടാകാൻ? ആ സ്നേഹം ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാലോ. നീ മിണ്ടിപ്പോകരുത്. നീ ഒറ്റ ഒരാളെ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയത്. നിന്നേക്കാളും നന്നായി പാചകം ചെയ്യുന്ന ഒരാളെ കണ്ടപ്പോ നിനക്കുണ്ടായ അസൂയ, അതാണ് ഇതിനെല്ലാം കാരണം. അമ്മേ, അമ്മ കുമ്മ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് എന്റെ കൊച്ചിനെ ഇളക്കി ആഭ്യന്തര കലകൾ ഉണ്ടാക്കി നിനക്ക് ജയിക്കാനാണ് വിചാരമെങ്കിൽ ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോണം. അയ്യോ, ആ പോട്ടെ മുത്തശ്ശി. ഇപ്പൊ പോകുന്നില്ല. മുത്തശ്ശി ഈ ചെറിയ കാര്യത്തിനൊന്നും ഇങ്ങനെ ചൂടാവല്ലേ.